ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ മാവ് വീട്ടിലിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇഡ്ഡലി മാവാണ്. അപ്പോൾ ഞാനൊരു 1.25 കപ്പ് ഇഡ്ഡലി മാവ് എടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ദോശമാവിൻ്റെ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടി ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള ആണ് എടുത്തിട്ടുള്ളത്. പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ എരിവിനായിട്ട് 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് കട്ട് ചെയ്തതും കുറച്ച് മാത്രം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇഡ്ഡലി മാവിൽ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ആവശ്യത്തിന് മാത്രം കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്നിട്ട് സവാളൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന ആ ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം ഇഡ്ഡലി മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാനും. ചൂടോട് കൂടി തന്നെ ഒഴിക്കേണ്ട. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മാവിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ചൂടായിട്ടുള്ള പാനിലേക്ക് 2-3 ദോശ ചെറിയ ചെറിയ ദോശകളായിട്ട് ഒരുമിച്ച് ഒഴിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ 2 എണ്ണമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതൊന്ന് വെന്ത് വന്നാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് ഇതിൽ ഓയിലൊന്നും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടില്ല. നോൺ സ്റ്റിക്കിൻ്റെ പാൻ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വേണം. ആ സൈഡും കൂടി ഒന്ന് മൊരിഞ്ഞു വന്നാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശകളെല്ലാം ചുട്ടെടുക്കാം. ദോശമാവോ ഇഡ്ഡലി മാവൊക്കെ ബാക്കി ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടൊരു ദോശയാണ്. നല്ല സോഫ്റ്റാണ്. നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പിന്നെ നമുക്കിത് കറി ഇല്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളിതിൽ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർത്തത് കൊണ്ട് കറി ഇല്ലാതെ തന്നെ കഴിക്കാം. ഇനിയിപ്പോൾ ചട്നിയൊക്കെ കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.